അബിൻ വർക്കിയിലേക്കാണ്. അബിൻ, ഇപ്പോൾ പോറ്റിയെ കേറ്റി എന്ന പാട്ടാണ് പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്, സഭയിൽ ആവർത്തിച്ച് പാടുന്ന പാട്ടാണ്. ഇപ്പോൾ പോറ്റിയെ ഇറക്കി എന്ന രൂപത്തിലേക്ക് പാട്ട് മാറ്റേണ്ടി വരുമോ? അല്ല, തീർച്ചയായിട്ടും ഇത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഈ ക്രമക്കേടുകളൊക്കെ നടത്തുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ട്, ഇപ്പോൾ ഇറങ്ങാനിടയായ സാഹചര്യം തന്നെ ഒരു സ്വാഭാവികമായ ജാമ്യമാണ് ലഭിച്ചത്. ഈ സ്വാഭാവിക ജാമ്യം എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരു കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളത് ഒരു നിയമമാണ്. ആ നിയമത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പ്രാഥമികമായ ഒരു കുറ്റപത്രം വേണമെങ്കിൽ സമർപ്പിക്കാം, എന്നിട്ട് അന്വേഷണ സംഘത്തിന് ഡീറ്റെയിൽഡായ കുറ്റപത്രം പിന്നീട് സമർപ്പിക്കാം എന്ന് പറയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രാഥമികമായ കുറ്റപത്രത്തിൽ തന്നെ ഈ പോറ്റിയെ വീണ്ടും അകത്തിടാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനോ സാധിക്കും. പക്ഷെ അതിന് പോലും ശ്രമിക്കാതെ, പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഡീറ്റെയിൽഡായ കുറ്റപത്രത്തിലേക്ക് പോയ SIT സംഘം അത് ആരുടെ പ്രേരണയിലാണ് അങ്ങനെ പോയത് എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ഈ SIT സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദമുണ്ട് എന്ന് ആദ്യം ഞങ്ങൾ ആരോപിച്ചതാണ്. അത് ഹൈക്കോടതി ശരിവെച്ചതാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ, അത് ഡിസംബർ 1 മുതൽ 5 വരെയുള്ള ഒരു ഘട്ടത്തിൽ പിന്നീട് അന്വേഷണ സംഘം നടത്തേണ്ട ചോദ്യം ചെയ്യലൊന്നും നടത്താതെ വന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് SIT സംഘത്തിൽ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞത്. അതിന് തന്നെ പിന്നീട് വന്ന ഹൈക്കോടതി വിധി പ്രസ്താവിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഓർഡറിൽ പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ മെല്ലപ്പോക്ക് എന്നൊരു ചോദ്യം കൃത്യമായ തീയതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് പ്രതിപക്ഷം അന്ന് പറഞ്ഞ സമ്മർദ്ദം എന്നുള്ളത് ഈ SIT സംഘത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കുറ്റപത്രം കൂടി സമർപ്പിക്കാതെ വരുമ്പോൾ, അതും പ്രാഥമികമായ കുറ്റപത്രം, ഇപ്പോൾ അവർക്ക് വീണ്ടും ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് വരണം എന്നൊക്കെ പറയുമ്പോൾ പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പോറ്റിക്ക് പുറത്തിറങ്ങാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുമ്പോൾ ഈ പ്രതികളെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്, സർക്കാർ എടുത്തിരിക്കുന്നത് വ്യക്തമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോഴും ഈ കേസിൽ ക്രമക്കേട്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? തൊണ്ടി മുതൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. കോടതിയും പറയുന്നു, അന്വേഷണ സംഘവും പറയുന്നു, എല്ലാവരും പറയുന്നു ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, സ്വർണം അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് പൂർണ്ണമായ പാളികളാണോ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോയതെന്ന സംശയമാണ് കോടതി പോലും ഉന്നയിച്ചത്. എന്നിട്ടും ഈ ദിവസം ഇത്രയുമായിട്ട് തൊണ്ടി മുതൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ അന്വേഷണത്തിൽ വ്യക്തമായ അല്ലെങ്കിൽ തെളിവുകളോടെ പുറത്തു വന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറാണ് ഇതിലെ പ്രതി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അയാൾ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പത്മകുമാറും വാസുവുമാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തുകൊണ്ട് സ്വർണം എന്നതിന് പകരം ചെമ്പ് എന്നുള്ളത് ആക്കി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഈ CPM അവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രതികളെ സംരക്ഷിക്കുന്നത് സർക്കാരും ഈ പാർട്ടിയുമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോറ്റിയുടെ ഈ സ്വാഭാവികമായ ജാമ്യം കിട്ടലിൽ അതിലും സംശയമാണ്, കുറ്റപത്രം വൈകുന്നത് സംശയമാണ്. അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദമുണ്ട് എന്ന പ്രതിപക്ഷം പറഞ്ഞതിനെ നേരത്തെ കോടതി അടിവരയിട്ട് ശരിവെച്ചതാണ്. അത് വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു, ഈ സമ്മർദ്ദം അന്വേഷണ സംഘത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. കോടതി ഉദ്ധരിച്ച് അബിൻ പറയുമ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെയാണ് അബിൻ ഉദ്ധരിക്കുന്നത്. കാരണം ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് SITയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളത് സിംഗിൾ ബെഞ്ചാണ്. പക്ഷേ ദേവസ്വം ബെഞ്ച് പൂർണ്ണമായും SITയിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. ഇന്നലെ കൂടി ആ കാര്യം പറയുകയാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പ്രതികൾ മുഴുവൻ പുറത്തു പോയാലും കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്നാണ് കോടതി പറയുന്നത്. SITയിൽ പൂർണ്ണ വിശ്വാസം, SIT ഞങ്ങൾക്ക് കീഴിലാണെന്ന് കോടതി പറയുന്നു. അതിൽ വേറെ ആർക്കും ഇടപെടാനാകില്ല എന്ന് കോടതി വലിയ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ കോടതിയെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ സിംഗിൾ ബെഞ്ചിനെ വിശ്വസിക്കുന്നു, ഡിവിഷൻ ബെഞ്ചിനെ, ദേവസ്വം ബെഞ്ചിനെ അവിശ്വസിക്കുന്നു എന്ന രൂപത്തിലാണോ പ്രതിപക്ഷം കാണുന്നത്? അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ കോടതിയിൽ പൂർണ്ണ വിശ്വാസം തന്നെയാണ്. ഞങ്ങൾക്ക് കോടതിയുടെ നടപടിക്രമങ്ങളിലോ കോടതി പറയുന്നതിലോ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസക്കുറവില്ല. ഞങ്ങൾ ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണത്തെ ഇത്ര കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും പിന്തുണയ്ക്കുന്നതും ഒക്കെ. കാരണം ഇത് സർക്കാരാണ് നടത്തിയിരുന്നതെന്നുണ്ടെങ്കിൽ പണ്ടേ ഇവരൊക്കെ പുറത്തു പോകുമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഇവർ ആരും അറസ്റ്റ് ചെയ്യപ്പെടാനും പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്. എങ്കിലും കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ
വിശ്വാസി സമൂഹവും പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്നത്. പക്ഷെ കോടതി പറയുന്നതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പൊ കോടതിക്ക് ഒരു അന്വേഷണ സംഘത്തെയും തള്ളി പറയാൻ പറ്റില്ല. അവർ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത അന്വേഷണ സംഘമാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇതിനകത്തെ പ്രായോഗികമായ കാര്യങ്ങളാണ്. കാരണം കുറ്റപത്രം സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ മുൻപിൽ വരുന്ന കേസിൽ ഇവരാരും പുറത്തു പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റപത്രം അല്ലെങ്കിൽ ഈ പിടിക്കപ്പെട്ട പ്രതികളെല്ലാവരും തന്നെ അവരാരും തന്നെ പുറത്തു പോകില്ല. കാരണം അവരാരും കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞിട്ടില്ല. ഓൾറെഡി അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും പുറത്തു പോകില്ല എന്നുള്ളതാണ് കോടതിയുടെ വെർഷൻ. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താണ്? ഇവരെ കുറ്റപത്രം സമർപ്പിക്കാത്തത് മൂലം ഉണ്ണികൃഷ്ണ പോറ്റി അടക്കമുള്ളവരെ സ്വാഭാവികമായ ജാമ്യത്തിന് വിടാൻ ഈ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. അതിന്റെ കാരണം എന്താണ്? ഈ കുറ്റപത്രത്തിന്റെ പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്കും ജാമ്യം കിട്ടാൻ പോകുന്നില്ല, ബാക്കി ആർക്കും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഈ അമ്പലക്കള്ളന്മാരൊക്കെ അകത്ത് തന്നെ കിടക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ താല്പര്യം, എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം. ആ താല്പര്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം കുറ്റപത്രം വൈകിപ്പിച്ചത് കൊണ്ടാണ് ഇവർ പുറത്തിറങ്ങുന്നത്. കോടതിയുടെ മുമ്പിൽ ഇവർ അകത്ത് കിടക്കുന്നോ പുറത്ത് കിടക്കുന്നോ എന്നതിനപ്പുറമായിട്ട് ആത്യന്തികമായി ഇവരെ കൺവിക്ട് ചെയ്യുക എന്നുള്ളതാണ് കോടതിയുടെ ആകെ ലക്ഷ്യം. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. ഇവർ ഒരു കാരണവശാലും ഇവന്മാർ ഈ അമ്പലക്കള്ളന്മാർ പുറത്തു പോകരുത്. അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും ഇടപെടൽ നടത്തി ഈ കുറ്റപത്രം വൈകിപ്പിച്ച് അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരം കൊടുക്കരുത്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കുറ്റപത്രത്തിന്റെ പ്രാഥമികമായ കുറ്റപത്രം പോലും കൊടുക്കാൻ വൈകിയെന്ന് ഞങ്ങൾ പറയുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.